നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഫലസ്തീൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇസ്രായേൽ യുദ്ധകാര്യ ക്യാബിനറ്റ് അടിയന്തര യോഗം ചേരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ പ്രത്യേകിച്ചും 11 അംഗങ്ങളാണ് ഇസ്രായേലിൻ്റെ യുദ്ധകാര്യ ക്യാബിനറ്റിലുള്ളത്. ഇസ്രായേലിന് യുദ്ധകാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചെയ്യുന്നതിനുമൊക്കെ ഒരു യുദ്ധകാല ക്യാബിനറ്റ്, ഒരു യുദ്ധകാല മന്ത്രിസഭ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 11 പേരുള്ള ഇസ്രായേലിൻ്റെ യുദ്ധകാര്യ ക്യാബിനറ്റാണ് അടിയന്തര യോഗം ചേരുന്നത് ഫലസ്തീനുമായി ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ സാധ്യതകളെപ്പറ്റി. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ദോഹയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിന് അംഗീകാരം നൽകുക എന്ന ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ പാർലമെൻറ്റിനുള്ളത്, യുദ്ധകാല പാർലമെൻറ്റിനുള്ളത്. പക്ഷേ അതിനിടയിൽ ചില വിവാദങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടുണ്ടായിരുന്നു. ഈ 11 അംഗ യുദ്ധകാല ക്യാബിനറ്റിൽ തന്നെ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ വളരെ തീവ്രമായി തന്നെ യുദ്ധകാല ക്യാബിനറ്റിലെ 2 അംഗങ്ങൾ ഈ വെടിനിർത്തൽ കരാറിനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. അതിലൊരാൾ ബെൻഗീർ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രിയാണ്. മറ്റൊന്ന് ഇസ്രായേലിൻ്റെ ധനകാര്യമന്ത്രി സ്മോൺട്രിച്ച് ആണ്. ഈ രണ്ടുപേരും ഇസ്രായേൽ ഫലസ്തീനുമായി ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ബെൻഗീർ പറയുന്നത്, ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരികയാണെങ്കിൽ താൻ ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്നാണ്. മാത്രമല്ല, ബെൻഗീർ ഇസ്രായേലുടനീളം തീവ്ര സയനിസ്റ്റ് വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകരുടെയും ഒക്കെ യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ വിളിച്ചുകൂട്ടി ഈ കരാറിൽ ഉൾപ്പെടാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു ഭീഷണി കൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ദിവസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ലിക്വിഡ് പാർട്ടിയിലെ ചില എം പിമാരാണ്. അവരും പറയുന്നു, ഫിലാഡൽഫിയ ഇടനാഴി തുറന്നു കൊടുക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കരാർ നിലവിൽ വന്നാൽ അവരും ഇസ്രായേലി പാർലമെന്റിൽ നിന്ന് രാജിവെക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. കാരണം ഈ ഇടനാഴി തുറന്നു കൊടുക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഫലസ്തീനോട് പരാജയപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ലോകത്തോട് അംഗീകരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇവരുടെ വാദഗതി. അതുകൊണ്ട് തന്നെ ഫിലാഡൽഫിയ ഇടനാഴി തുറന്നു കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പോകുകയാണെങ്കിൽ ഇസ്രായേലി പാർലമെന്റിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീവ്ര ലിക്വിഡ് പാർട്ടിയുടെ ചില മെമ്പർമാർ രാജിവെക്കുമെന്ന രീതിയിലുള്ള ഭീഷണികൾ നിലനിൽക്കുന്നു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു യാതൊരു തരത്തിലും ബാധിക്കില്ല. കാരണം അവിടെ ചില ഇടതുപക്ഷ പ്രസ്ഥാന എം പിമാർ അവർ ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായ വാർത്തകൾ വരുന്നു. കാരണം അവർ ഇസ്രായേൽ ഫലസ്തീന് അനുകൂലമായി ഒരു വെടിനിർത്തൽ കരാർ ഏർപ്പെടുന്നതിനെ അനുകൂലിക്കുന്നു. മിക്കപ്പോഴും ഇസ്രായേലിലെ ഇടതുപക്ഷ എം പിമാർ ഒരു മിതവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. മിക്കപ്പോഴും ഫലസ്തീൻ അനുകൂല നിലപാടുകളുടെ പേരിൽ അവർക്ക് അവിടെ തീവ്ര സയനിസ്റ്റ് വലതുപക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് ശക്തമായ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ എം പിമാർ ഒരുപക്ഷെ പിന്തുണച്ചുവാൽ ലിക്വിഡ് പാർട്ടിയിലെ ചില എം പിമാർ ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള പിന്തുണ പിൻവലിച്ചാലും ഈ സർക്കാർ വീഴുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗസയിൽ ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിനെ ഇസ്രായേലിലെ വലതു തീവ്രപക്ഷ പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നതിന് കാരണമുണ്ട്. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ കരാറെന്ന് അവർ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫിലാഡൽഫിയ ഇടനാഴി തുറന്നു കൊടുക്കുന്നു എന്നതിനേക്കാളേറെ ഗസയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധസമയത്ത് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ നിരന്തരമായ ആക്രമണങ്ങൾ കൊണ്ട് ഒരുപാട് ജൂത കുടിയേറ്റക്കാർക്ക് അവിടെ നിന്ന്, നമുക്കറിയാവുന്നതാണ്, ഹൈഫ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ജൂത കുടിയേറ്റക്കാർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. ആ കുടിയേറ്റക്കാരെ ഹമാസിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവിടെ തിരികെ കൊണ്ടുവരുമെന്നായിരുന്നു ഇസ്രായേലി പട്ടാള മേധാവികളുടെയും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഒക്കെ അവകാശവാദം. പക്ഷേ ഇസ്രായേലി സൈനിക നേതൃത്വത്തിന് അതിന് കഴിയുന്നില്ല. മറിച്ച് ഇപ്പോൾ ഒരു കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ, ഹമാസുമായിട്ടൊരു കരാർ പ്രാബല്യത്തിൽ വന്ന് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്ന കാര്യമായിട്ടാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ സംഘടനകൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ കരാറിനെ എതിർക്കുന്നതിന് ഒരു കാരണം. മറ്റൊരു കാരണമെന്ന് പറയുന്നത്, സൈനിക നടപടികളിലൂടെ ആകെ 2-3 ബന്ദികളെയാണ് ഇസ്രായേലിന് മോചിപ്പിക്കാൻ കഴിഞ്ഞത്. ഈ അധിനിവേശം ഫലസ്തീനിൽ ഉണ്ടാകുമ്പോൾ ഇസ്രായേലി ഗവൺമെൻറ്റും അവിടുത്തെ തീവ്ര സൈനിക സംഘടനകളും പറഞ്ഞത് പൂർണ്ണമായും സൈനിക നടപടികളിലൂടെ ഇസ്രായേലി ബന്ദികളെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. പക്ഷേ അതിന് കഴിഞ്ഞില്ല. പകരം സന്ധികളിലൂടെ ഹമാസിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് വരുമ്പോൾ അത് ഇസ്രായേലിൻ്റെ, ലോകത്തെ ഏറ്റവും കേൾവികെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക ശക്തിയോടുള്ള വെല്ലുവിളിയാണ്, അതിനുള്ള അവഹേളനമായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുകയും ഇസ്രായേലിലെ സയനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് അവർ ഈ കരാറിനെ എതിർക്കുന്നതായിട്ട് ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്,
അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടൊപ്പം തന്നെ ജനുവരി 20 മുമ്പ് വെടിനിർത്തൽ കരാർ പ്രായോഗികമായിരിക്കണമെന്ന് ഹമാസിനും ഇസ്രായേലിനും നൽകിയ ശക്തമായ സമ്മർദ്ദം, അതിനോടൊപ്പം തന്നെ ഇന്ന് നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നതായി പറയുന്നു. അദ്ദേഹം പറയുന്നു, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിലനിൽക്കണമെങ്കിൽ ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ ഇന്ന് ജോ ബൈഡന്റെ പ്രസ്താവന ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വരമല്ല അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ളത്, കുറച്ചുകൂടി കടുക്കുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബന്ധം അത് ഇസ്രായേലി പ്രധാനമന്ത്രിയുമായിട്ട് ഇല്ല എന്ന രീതിയിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. മറിച്ചൊരു കാര്യമുള്ളത്, ഇസ്രായേലി പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടുള്ള ചില സോഷ്യൽ മീഡിയ പേജുകളും ട്വീറ്റുകളുമൊക്കെ ഡൊണാൾഡ് ട്രംപ് ഷെയർ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ എന്നൊക്കെ ലോകം ചർച്ച ചെയ്ത നിമിഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് തന്നെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബന്ധം ദൃഢബന്ധമല്ല ഈ അവസരത്തിലുള്ളത് എന്നൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. കാരണം അതാണ് ഒരുപക്ഷെ ഇസ്രായേലിനെ കൂടുതൽ ഒരു വെടിനിർത്തൽ കരാർ നിർബന്ധിതമാക്കുന്നത് എന്ന രീതിയിലേക്കുള്ള വാർത്തകളും പുറത്തു വരുന്നത്. മറ്റൊന്ന്, വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലും 87 പരം ഫലസ്തീനികൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ 35ഓളം കുട്ടികളാണ്, 25ഓളം സ്ത്രീകളാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് ആഹ്ലാദം പ്രകടിപ്പിച്ച ചില സ്ഥലങ്ങളെ പ്രത്യേകം ലക്ഷ്യമാക്കി തന്നെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് ചില ഫലസ്തീൻ പത്രങ്ങൾ ആരോപിക്കുന്നുണ്ട്. അങ്ങനെ 25-ൽ പരം സ്ത്രീകളും 35-ൽ പരം കുട്ടികളും കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ചും നേരത്തേക്ക് സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ കുട്ടികളെ സ്ത്രീകളെയും ലക്ഷ്യമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ വളർന്നു വന്ന് ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ഏറ്റെടുത്ത് ആ രാജ്യത്തെ സ്വതന്ത്രമാക്കരുത് എന്ന ഒരു ലക്ഷ്യം ഇസ്രായേലിനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് മിക്ക സയനിസ്റ്റ് ഫാസിസ്റ്റ് രാജ്യങ്ങളുടെയും സംഘടനകൾക്ക് ലക്ഷ്യമാണ്. അവർ കുട്ടികളെ ലക്ഷ്യമാക്കും, സ്ത്രീകളെ ലക്ഷ്യമാക്കും, ഗർഭപാത്രങ്ങളെ ലക്ഷ്യമാക്കും. കാരണം ഗർഭപാത്രങ്ങളാണല്ലോ കുട്ടികളെ പ്രസവിക്കുന്നത്. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്ന ഗൂഢലക്ഷ്യം ഇത്തരം പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ലക്ഷ്യമാക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്തർദേശീയ യുദ്ധവിരുദ്ധ പ്രവർത്തകരുമൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. ഇന്നലെയും അത് സംഭവിച്ചു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. എന്തായാലും 467 ദിവസത്തെ നീണ്ട യുദ്ധം, 50,000-ൽ പരം ആളുകൾ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ജീവഹാനി സംഭവിച്ചു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ 35% കുട്ടികളാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനൊക്കെ താൽക്കാലികമായെങ്കിലും ഒരു പരിസമാപ്തി വരിക എന്നത് ലോകത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു, വിശ്വാസമായിരുന്നു. അത് സംഭവിക്കുന്ന നിമിഷങ്ങളാണ് ഫലസ്തീനിലും ഇസ്രായേലിലും സംഭവിക്കുന്നത് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ലോകം പ്രാർത്ഥനയോടുകൂടി വെടിനിർത്തലിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ നിമിഷത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. ലോകം സമാധാനപരമായി പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി കമൻറ്റ് ചെയ്യുക. ചാനൽ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അതുകൊണ്ടാണ്. ദയവായി ചാനലിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം ചെയ്യുന്നു.